കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലെ എല്ലാ ബ്രാൻഡഡ് പ്രൊഡക്ട്സിനും നല്ല വില കുറവാ. അതിനിപ്പോ സീസൺ ആണെന്നോ വീക്കെൻഡ് ആണെന്നോ നിർബന്ധമില്ല. പിന്നെ ഇത് പിഷ്കല്ല, ഇതിന്റെ പേരാണ് സേവിങ്സ്. ബ്രില്യന്റ്. അതാണ് ചായ കുടിക്കും. വില ശരിക്കും കുറവാണ്. അതാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെയും കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെയും ഗ്യാരണ്ടി. തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ തൃത്താല മണ്ഡലത്തിൽ ചൂടേറിയ പ്രചാരണത്തിന് തുടക്കമായി. നിലവിലെ MLA MP രാജേഷ് മണ്ഡലത്തിൽ പര്യടനം ശക്തമാക്കി. ഇടതുപക്ഷത്തിന് ഇത്തവണ കൂടുതൽ തിളക്കമുള്ള വിജയം തൃത്താല സമ്മാനിക്കുമെന്ന് MP രാജേഷ് പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ നിലവിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ MP രാജേഷ് മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. നേതാക്കളെ കണ്ടും പൊതു ഇടത്തിലും പ്രചരണവുമായി കൂടുതൽ സജീവവുമായി ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാണിപ്പോൾ പരസ്യ പ്രചരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇടതുകോട്ടകൾ. കുമരനെല്ലൂരിൽ നിന്നും നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ റോഡ് ഷോയുമായാണ് MP രാജേഷ് മണ്ഡലത്തിലെ പ്രചരണം ആരംഭിച്ചത്. കൊല്ലം UDF കയ്യാളി VT ബൽറാം MLA ആയ തൃത്താല 2021 3000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ MP രാജേഷ് പിടിച്ചെടുത്തത്. സത്യപ്രതിജ്ഞയ്ക്ക് പുറമെ ആദ്യം തന്നെ നിയമസഭാ സ്പീക്കറായ MP രാജേഷ് പിന്നീട് തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, പാർലമെന്ററി കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായി. മന്ത്രിയുടെ അധികാരം ഉപയോഗിച്ച് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് MP രാജേഷ് ഇത്തവണ പ്രചരണം കൊഴുപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് മികച്ച വിജയം നൽകിയ തൃത്താല മണ്ഡലം ഇത്തവണ കൂടുതൽ തിളക്കമേറിയ വിജയം സമ്മാനിക്കുമെന്ന് MP രാജേഷ് പറഞ്ഞു. തൃത്താല കഴിഞ്ഞ വർഷം തന്നെ LDFന് ഗംഭീരമായ വിജയം സമ്മാനിച്ച മണ്ഡലമാണ്. ഇത്തവണ കൂടുതൽ തിളക്കമുള്ള വിജയം തൃത്താല സമ്മാനിക്കും. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് തൃത്താലയുടെ ഛായ തന്നെ മാറിയിട്ടുണ്ട്. തൃത്താലയിലുണ്ടായിട്ടുള്ള മാറ്റം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ വിരോധം മാറ്റി നിർത്തിയാൽ എങ്ങനെയാണ് തൃത്താല ഈ 5 കൊല്ലം കൊണ്ട് മാറിയത് എന്ന് എല്ലാവർക്കും കണ്ണു തുറന്ന് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിനുള്ള അംഗീകാരം തീർച്ചയായിട്ടും തൃത്താലയിലെ ജനങ്ങൾ LDFിൽ നൽകുക തന്നെ ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുജനാഭിപ്രായമാണ് എന്ന് ഇടതുപക്ഷത്തെ ശക്തമായിട്ട് എതിർക്കുന്ന മാധ്യമങ്ങളുടെ തന്നെ സർവേയിൽ ഇപ്പോൾ കാണുന്നത് അതാണല്ലോ. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതി, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം അടിച്ചേൽപ്പിച്ചിട്ടും മുടങ്ങാതെ വർദ്ധിപ്പിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നത്, വയനാട് പുനരധിവാസം പോലെ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കിയത്, ബ്രഹ്മപുരത്തെ മാലിന്യമല നീക്കം ചെയ്തത്, അതിദാരിദ്ര്യമുക്തമാക്കിയ കേരളത്തെ മാറ്റിയത്, ദേശീയപാത പൂർത്തിയാക്കിയത്, മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ഒക്കെ നിർമ്മിച്ചത്, ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങൾ നാടെമ്പാടും ഉണ്ടായി. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ ആ മാറ്റങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ, അത് അനുഭവിക്കുന്ന ജനങ്ങൾ പഴയ UDFിന്റെ ഇരുണ്ട കാലത്തേക്ക് ഓവർകട്ടുണ്ടായിരുന്ന, ട്രഷറി പലപ്പോഴും അടച്ചുപൂട്ടിയിരുന്ന, നിയമ പെൻഷൻ 18 മാസം കുടിശ്ശികയായ അത്തരം ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു പോകാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റാണ് എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കാനാണ് LDFിന്റെ ലക്ഷ്യം. കുടുംബയോഗങ്ങളും പ്രമുഖ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കലുമൊക്കെ നടന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ നേതാക്കൾ മണ്ഡലത്തിൽ എത്തുമെന്നാണ് സൂചന.